പ്രിയപ്പെട്ടവരെ, സ്ലീഹാകാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയായി ഇന്ന് നമുക്ക് വചനവിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്ന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രധാനമായി 5 പ്രബോധനങ്ങളുണ്ട്. അതിൽ 1-ാമത്തെ പ്രബോധനം മലയിലെ പ്രസംഗം, 2 ശിഷ്യന്മാരെ പ്രേക്ഷിത പ്രവർത്തനത്തിന് അയക്കുന്നതിന് മുൻപായി അവർക്ക് നൽകുന്ന പ്രബോധനങ്ങൾ, 3-ാമത്തേത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ, 4-ാമത്തേത് സമൂഹ ജീവിതത്തിന് ആവശ്യമായ കമ്മ്യൂണിറ്റി ഡിസ്കോഴ്സ്, 5 യുഗാന്ത്യത്തെക്കുറിച്ചുള്ള പ്രബോധനം. ഇതിൽ 2-ാമത്തെ പ്രബോധന ഭാഗമായ ശിഷ്യന്മാരെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി അയക്കുന്നതിന് മുൻപായി ഈശോ പറയുന്ന കാര്യങ്ങളാണ്. ഈ വചനഭാഗത്തിൽ പ്രധാനമായി 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1-ാമതായി ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്നതുപോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. സുവിശേഷ പ്രഘോഷണം എളുപ്പമല്ല, എതിർപ്പുകൾ ഉണ്ടാകും. പക്ഷേ അതിനുള്ള ഒരുക്കങ്ങൾ നമുക്ക് വേണം. സർപ്പത്തെ പോലെയുള്ള വിവേകവും പ്രാവിനെ പോലെയുള്ള നിഷ്കളങ്കതയും വേണം. സർപ്പത്തിന്റെ വിവേകം എന്ന് പറയുന്നത് ഏത് ശബ്ദത്തെയും ചലനത്തെയും തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവാണ്. ഇതുപോലെ നമുക്ക് വ്യക്തികൾ, സാഹചര്യങ്ങൾ എല്ലാം തിരിച്ചറിയാനുള്ള വിവേകം, ജാഗ്രത ഉണ്ടാകണം. അതുപോലെ തന്നെ പ്രാവിന്റെ നിഷ്കളങ്കത, കപടതയില്ലാത്ത, തിന്മയ്ക്ക് കൂട്ടുനിൽക്കാത്ത, ആരെയും ചതിക്കാത്ത ആ നിഷ്കളങ്കത നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ആടുകൾക്ക് ആയുധമില്ല. അവരുടെ സുരക്ഷ എന്ന് പറയുന്നത് അവരുടെ യജമാനന്റെ കയ്യിലാണ്. ഇതുപോലെ ക്രിസ്ത്യാനിയുടെ ശക്തി ആയുധമല്ല, ദൈവാശ്രയമാണ്. 2-ാമത് പറയുന്നത് ഇങ്ങനെയാണ്: പീഡനങ്ങൾ ഉണ്ടാകും, അത് ഉറപ്പു തന്നെ. പക്ഷേ പീഡനങ്ങളോടൊപ്പം ദൈവശക്തി നമ്മുടെ കൂടെയുണ്ട്. സുവിശേഷ പ്രഘോഷണ വേളയിൽ പീഡനങ്ങൾ എല്ലായിടത്തും നിന്നുണ്ടാകും. സഭയിൽ നിന്നുണ്ടാകും, സിനഗോഗുകളിൽ വെച്ച് നിങ്ങളെ പീഡിപ്പിക്കും, പുറമെ നാടുവാഴികളിൽ നിന്നുണ്ടാകും, കുടുംബത്തിൽ നിന്ന് പോലും പീഡനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈശോ പറയുക. ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ മറ്റുള്ളവർ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ പോലും നമുക്ക് എതിരായി വരും. എന്നാൽ ഈശോ പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും പീഡിപ്പിക്കപ്പെടുമ്പോ ആകുലത വേണ്ട. പീഡകരോട് എന്ത് മറുപടി പറയുമെന്ന് ആലോചിച്ച് ദുഃഖിക്കുകയും വേണ്ട. പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് നമ്മെ സഹായിക്കും. പീഡനങ്ങൾ ഒരിക്കലും തോൽവിയല്ല, അത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. പീഡനങ്ങളിലും സുവിശേഷം പ്രഘോഷിക്കുക, അതൊരു സുവിശേഷ പ്രഘോഷകന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം നിന്റെ കഷ്ടപ്പാടുകൾ മറ്റൊരാൾക്ക് വിശ്വാസത്തിന്റെ വാതിലാകാം. 3-ാമതായി പറയുന്ന കാര്യം പീഡനത്തിൽ ഭയപ്പെടാതെ പുതിയ വഴികൾ തേടണമെന്നാണ്. ഒരു നഗരത്തിൽ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ഭയപ്പെട്ട് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നത് നിർത്താതെ അടുത്ത സ്ഥലത്തേക്ക് പോകണം, അടുത്ത വഴികൾ തേടണം. പീഡനങ്ങൾ ഒരിക്കലും നമ്മെ സുവിശേഷ പ്രഘോഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കരുത്. 4-ാമതായി ഭയപ്പെടേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക. കാരണം ദൈവം നമ്മെ കരുതുന്നവനാണ്. ഈശോ നമ്മെ ദൗത്യത്തിനായി അയക്കുമ്പോൾ അവിടുന്ന് നമ്മെ തനിച്ചല്ല വിടുന്നത്. സർവ്വ സൃഷ്ടിജാലങ്ങളെയും പരിപാലിക്കുന്നവൻ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെയും പരിപാലിക്കും. ഈ വചനഭാഗത്ത് തന്നെ 3 പ്രാവശ്യം ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. നിങ്ങളുടെ ഓരോ മുടിയിഴകൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ദൈവം നമ്മെ കരുതുന്നവനാണ്. 5-ാമതായി പറയുന്ന കാര്യം സുവിശേഷം സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലമാണ്. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവരെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എന്നെ പ്രതി മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ക്രിസ്തുവിന് വേണ്ടി ഏൽക്കുന്ന പീഡനങ്ങൾക്ക് പ്രതിഫലമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം പ്രതിസന്ധികളുടെ നടുവിലൂടെയുള്ള ഒരു യാത്രയാണ്. എന്നാൽ ഈ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ നായകനായ ഈശോ കൂടെയുണ്ട്. സഹായകനായി പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഭയപ്പെടാതെ വിശ്വസ്തയോടെ നമുക്ക് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാം. നാം പറയുന്ന വാക്കുകളിൽ, നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ, നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ, എന്തിനേറെ
നാം സഹിക്കുന്ന സഹനത്തിൽ പോലും ക്രിസ്തു വെളിപ്പെടണം. ക്രിസ്തു നമ്മിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ എന്നും ജീവിക്കട്ടെ.